യെശയ്യാ 30:26. ദൈവം തന്റെ ജനത്തിന്റെ മുറിവുകൾ വെച്ച് കെട്ടുന്ന, തന്റെ പ്രഹരം കൊണ്ടുണ്ടായ ദൈവശിക്ഷ കൊണ്ടുണ്ടായി എന്ന് നാം കരുതുന്ന പ്രഹരങ്ങൾ സൗഖ്യപ്പെടുത്തുന്ന ദിവസം, ചന്ദ്രപ്രകാശം സൂര്യന്റെ ശോഭ പോലെയും സൂര്യപ്രകാശം 7 ദിവസങ്ങളിലെ പ്രകാശം ഒന്നിച്ചായാൽ എന്ന പോലെയും 7 ഇരട്ടിയാകും. നിന്റെ മനസ്സിൽ, നിന്റെ ജീവിതത്തിൽ കുഞ്ഞെ ചില ഓർമ്മകളുള്ള ദിവസങ്ങളുണ്ട്. പഴകിയ ഓർമ്മകൾ, പഴുപ്പുള്ള ഓർമ്മകൾ, തകർത്ത ഓർമ്മകൾ, നീ പഴിക്കപ്പെട്ട ദിവസങ്ങളുടെ ഓർമ്മകൾ. എന്നാൽ പ്രവാചകൻ നിന്റെ മുമ്പിൽ മറ്റൊരു ദിവസം വെക്കുകയാണ്. പ്രകാശത്തിന്റെ ദിവസം, പ്രഭയുടെ ദിവസം, സൗഖ്യത്തിന്റെ ദിവസം. നിന്നെ പുറകോട്ട് വലിക്കുന്ന പഴകിയ ഓർമ്മകളുടെയും പഴുപ്പുള്ള ഓർമ്മകളുടെയും ദിവസങ്ങൾക്ക് ശേഷം ദൈവം ഒരു പ്രകാശിക്കുന്ന ദിവസം സ്വപ്നം കാണാൻ നിന്നെ പഠിപ്പിക്കുക. അന്നത്തെ പ്രത്യേകത എന്താ? നിന്റെ പഴകിയ ഓർമ്മകളും നിന്റെ പാപം വഴിയുണ്ടായ ഓർമ്മകളും എല്ലാ മുറിവുകളും കർത്താവ് വെച്ച് കെട്ടുന്ന ദിവസം. അന്ന് പ്രപഞ്ചം പോലും നിനക്ക് ഓശാന പാടുന്ന ഒന്നായി മാറും. ചന്ദ്രപ്രകാശം നീ നോക്കുമ്പോൾ സൂര്യപ്രകാശം പോലെ, സൂര്യപ്രകാശം നീ നോക്കുമ്പോൾ 7 പുഴകൾ ഒന്നിച്ചു ചേർന്നാൽ എന്നവണ്ണം 7 ഇരട്ടിയായി, 7 ഫോൾഡ് നീ ചെയ്യുന്നതെല്ലാം 7 ഇരട്ടിയായി കൃപാനിർഭരമാകുന്നു. 7 ബൈബിളിൽ പൂർണ്ണതയാണ്. നിന്നെ ദൈവം പൂർണ്ണനാക്കുന്ന ഒരു ദിവസം വരുന്നു. നിന്റെ പഴകിയ മുറിവുകളെ കുറിച്ച് നിനക്കറിയില്ല, നിന്റെ പഴുപ്പുള്ള ഓർമ്മകളെ കുറിച്ച് നീ പരിതപിക്കാത്ത ഒരു പ്രകാശത്തിന്റെ ദിവസം ദൈവം നിനക്ക് തരുന്നത് നീ ഏറ്റുവാങ്ങണം. നിന്റെ പഴകിയ ഓർമ്മകളിൽ നിന്ന് നീ കുതിച്ചു പോകാൻ ഈ വചനം നിന്നെ സഹായിക്കട്ടെ. യെശയ്യാ 30:26. 7 ഇരട്ടി പ്രകാശം വരുന്ന ഒരു ദിവസം നിന്റെ മുമ്പിൽ ദൈവം വെച്ചിട്ടുണ്ട്. അത് നോക്കി മുന്നോട്ട് പോകണം.